വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയ കെ.ആർ. മീരയുടെ പ്രശസ്തമായ ഒരു നോവലാണ് ആരാച്ച. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയത്തിലാണ് നോവൽ ആരംഭിക്കുന്നത് തന്നെ. അതെന്താണെന്ന് നോവലിൻ്റെ പേര് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആരാച്ച. 22 വയസ്സുകാരിയായ ചേതന ഗൃഹാമല്ലിക്കാണ് ഈ പുസ്തകത്തിൽ കേന്ദ്ര കഥാപാത്രം. ആരാച്ചാർ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ചേതന. അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ ക്രിസ്തുവിന് മുമ്പ് 400ഓളം വർഷം പഴക്കമുണ്ട്. ഗൃഹാമല്ലി കുടുംബമാണ് അവളുടേത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം പരമ്പരാഗതമായി ആരാച്ചാർ തൊഴിൽ ചെയ്തു വരുന്നു. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ആ തൊഴിൽ സ്വന്തം അച്ഛനായ ഫലിഭൂഷണൻ്റെ അസാന്നിധ്യത്തിൽ ചേതന ഏറ്റെടുക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ആദ്യത്തെ വനിതാ ആരാച്ചാറായി അവൾ പദവി ഏറ്റെടുക്കുകയാണ്. അതാണ് ഈ നോവലിലെ പ്രധാന ആകർഷണം തന്നെ. കൊൽക്കത്തയിലെ ചരിത്രവും ഭരണാധിപരുടെ ക്രൂരതകളും മാധ്യമങ്ങളുടെ അധികാരക്കുതിയും ചേതനയുടെ ജീവിതത്തിൽ നോവലിസ്റ്റ് അനാവരണം ചെയ്യുന്നു. തൂക്കിക്കൊലപ്പോഴും തത്സമയം സംരക്ഷണം ചെയ്യുന്ന മാധ്യമങ്ങളുടെ കച്ചവട തന്ത്രത്തെ നോവലിസ്റ്റ് ശക്തമായി പരാമർശിക്കുന്നുണ്ട്. അത് ഈ നോവലിൽ ചേതനയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. അവളുടെ അച്ഛൻ ഒരു കുപ്പിയും കുറച്ച് പണവും കൊടുത്താൽ ഏത് ചാനലിന് വേണ്ടിയും എന്തും ചെയ്യാൻ അയാൾ തയ്യാറാണ്. അങ്ങനെ ചേതനയ്ക്ക് വേണ്ടി അവളുടെ അച്ഛൻ ഒരു കരാറിൽ ഒപ്പിടുകയാണ്. ആ കരാറിൻ്റെ പേരിൽ ചേതന ഒരു ചാനലിൻ്റെ അഭിമുഖത്തിന് പോവുകയാണ്. ദിവസങ്ങളോളം അത് തുടരുകയും ചെയ്തു. അതിനിടയിലേക്കാണ് അവളുടെ ജീവിതത്തിൽ ഒരാൾ കടന്നു വരുന്നത്, സഞ്ജയ് കുമാർ മിത്ര. പിന്നെ കടന്നിൽ ഉടനീളം അയാൾ അവളുടെ ഭാവി വരനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അയാൾ അടുത്തറിയുമ്പോഴാണ് സഞ്ജയുടെ യഥാർത്ഥ സ്വഭാവവും അയാൾ ആരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളനും മോഷ്ടാവുമാണ് സഞ്ജയ്. എത്ര പണമുണ്ടായിട്ടും അയാൾ മോഷ്ടിക്കും. അത് ചേതനയ്ക്ക് വ്യക്തമായി അറിയാം. അയാളിൽ നിന്ന് അകലാൻ അവസരമുണ്ടായിട്ടും അവൾ അതിന് തയ്യാറായില്ല. മനസ്സിലവളൊരു തൂക്കുക തയ്യാറാക്കുകയായിരുന്നു. അവളുടെ വെറുപ്പ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ തൂക്കുകയ. ആ തൂക്കുകയ സഞ്ജയുടെ കഴുത്തിൽ വീഴണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ബാനർജിയുടെ തൂക്കിക്കൊലയാണ് അവൾക്ക് ആദ്യമായി ലഭിച്ചത്. അത് നിറവേറ്റാൻ അവൾക്കേറെ സന്തോഷമുണ്ടായിരുന്നു. അതൊരു പ്രാവശ്യം റദ്ദാക്കിയത് കൊണ്ട് തന്നെ അതിലവർ അവരുടെ കുടുംബം തന്നെ ഏറെ വേദനിച്ചൊരു സംഭവമായിരുന്നത്. പക്ഷെ വീണ്ടും ആ തൂക്കുകയർ അവളുടെ കയ്യിലേക്ക് തന്നെ വരികയാണ്. അപ്പോഴേക്കും അവളുടെ അച്ഛനെ അവളോടൊപ്പം പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടു കഴിയുകയും ചെയ്തു. അങ്ങനെ അച്ഛനില്ലാതെ അവൾ പോവുകയാണ് ആ തൂക്കിക്കൊലയ്ക്ക്. പക്ഷെ അപ്പോൾ ചേതന മറ്റൊരാളായിരുന്നു. അവളുടെ അനുഭവങ്ങൾ അവൾക്കൊരു പുതിയ ജന്മം നൽകുകയാണ് ചെയ്തത്. അവൾ തൂക്കുകയർ കയ്യിലെടുത്തപ്പോൾ അവളുടെ കൈ വിറച്ചില്ല, കാലുകൾ പതറിയില്ല, ശരീരം ചെരിഞ്ഞില്ല. അവൾ ആ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. അതോടെ കഥ അവസാനിച്ചു എന്നാണ് വായനക്കാർ കരുതുക. പക്ഷേ അപ്പോഴും കഥ തീരുന്നില്ല. കഥ മറ്റൊരു അധ്യായത്തിലാണ് അവസാനിക്കുന്നത്. ആ അധ്യായം സഞ്ജയ് കുമാർ മിത്രയുടെ ജീവിതം തന്നെയാണ്. പോലീസുകാർ അവളെ വീട്ടിലെത്തിക്കുന്നതിന് പകരം കൊണ്ടുപോയത് സഞ്ജയ് കുമാറിൻ്റെ ചാനലിൻ്റെ അരികിലേക്കാണ്. അവർക്കൊരു അഭിമുഖം വേണം. ആ അഭിമുഖത്തിൽ അവർക്ക് മറ്റൊരാവശ്യം കൂടിയുണ്ട്. എങ്ങനെയാണ് തൂക്കുകയർ കൊണ്ട് ഒരാളെ കൊല്ലുന്നതെന്ന് അവർക്ക് നേരിട്ട് കാണണം. അതിന് തൂക്കുമരം അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇതിനവർ തിരഞ്ഞെടുത്തത് കാർത്തിക്കിനെയാണ്. കാർത്തിക്കിന് ചേതനയെ നന്നായി അറിയാം. ചേതനയ്ക്ക് കാർത്തിക്കിനെയും. കാരണം അവൾ കൊന്ന ആ ആളുടെ സ്വന്തം അനുജനാണ് കാർത്തിക്. അതുകൊണ്ട് തന്നെ ആ കയർ കാർത്തിക്കിൻ്റെ കഴുത്തിൽ വീഴരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ കയർ കാർത്തിക്കിന് യോജിച്ചതുമല്ല, അത് സഞ്ജയ്ക്ക് വേണ്ടിയായിരുന്നു.
അങ്ങനെ അവൻ്റെ ജീവൻ അവൾ എടുക്കുകയാണ്. കഥ അവസാനിക്കുകയാണ്. തന്നെ വേദനിപ്പിച്ചവൻ്റെ ജീവനെടുക്കാൻ ചേതന തയ്യാറായി. ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമായിരുന്നു ചേതന നോവലിലുടനീളം. ഒരു തെറ്റും പറയാൻ പറ്റാത്ത ഒരു കഥാപാത്രം. അവൾ ചെയ്യുന്നതിനെല്ലാം ഒരുപാട് ശരികളുണ്ട്. കാരണം അവളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കങ്ങൾ, കൊലപാതകങ്ങൾ, ശവവണ്ടികൾ, മരണങ്ങൾ, അതായിരുന്നു അവളുടെ ജീവിതത്തിലുടനീളം അവളുടെ കാഴ്ചപ്പാടും. ബാല്യത്തിൽ തന്നെ മരണം എന്തെന്ന് അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചേതനയുടെ ജീവിതം അവളൊരു ആരാച്ചായി മാറുകയായിരുന്നു. അവളുടെ അച്ഛൻ്റെ ആ പരമ്പരയുടെ കഥ അവളിലൂടെ ആദ്യ വനിതാ ആരാച്ചാറിനെ നിർമ്മിക്കുകയായിരുന്നു. ആരാച്ചാർ എന്തെന്ന് നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും മലയാളത്തിൽ ഇങ്ങനെയൊരു നോവൽ വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന ഒരു പുസ്തകം തന്നെയാണ് ആരാച്ചാർ. കാരണം അത്രയ്ക്കും കൃത്യമായായിരുന്നു ആരാച്ചാറിലെ ഓരോ കാര്യങ്ങളും രചിച്ചിരിക്കുന്നത്. ഭാഷയാണെങ്കിൽ പോലും അത് അത്രയ്ക്കും മനോഹരമായ രീതിയിൽ കെ.ആർ. മീര എഴുതിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.